ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇതൊരു മനോവ്യാപാരമാണ്. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സുഖമായിട്ട് കീഴ്പ്പെടുത്താൻ കഴിയും. ഒരാൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നക്കാരനെ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ എന്താണ്? ഒരു ജ്യോതിഷം എടുത്ത് പോകുന്നു, രമ്യ പോകുന്നു, വിത്ത് ഹസ്ബൻഡ് വിത്തൗട്ട് ഹസ്ബൻഡ്, രണ്ട് ഇതായിരിക്കും. വിത്തൗട്ട് ഹസ്ബൻഡ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മോസ്റ്റ്ലി അബൌട്ട് യുവർ ഹസ്ബൻഡ് ആൻഡ് യുവർ ചിൽഡ്രൻ. വിത്ത് ഹസ്ബൻഡ് ആണെങ്കിൽ ഇത് ജസ്റ്റ് ലൈക്ക് നമ്മൾ മനസ്സിലാക്കുകയാണ് കാര്യം. ചില ജ്യോതിഷക്കാർ പറയുന്ന പല കാര്യം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അത് ശരിയാണെന്ന് ധരിക്കുന്നത്. ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഈ ജ്യോതിഷം പറയുന്നത് ഫലിക്കാത്തത് കൊണ്ടല്ല ജ്യോതിഷം തെറ്റാണെന്ന് പറയുന്നത്. ഫലിച്ചാലും തെറ്റാണ്. ഐ ലൈക്ക് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ best in you will come out when you compete, not when you quarrel. മനസ്സിലായി. Healthy competition. Competition is healthy. It's unnecessary to say healthy competition. Astrology സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സയൻസ് മുന്നോട്ട് പോയിട്ട് തന്നെ കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഹോമിയോപ്പതി, ഇറ്റ് വർക്ക്സ് ഫോർ സോ മെനി പീപ്പിൾ. വളരെ പഞ്ചാര ചക്കര സാധനമാണ്. അത് ശരിയാണെന്ന്, അത് ശാസ്ത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സയൻസ് ഇല്ല. ഇപ്പൊ ഞാനൊരു വിശ്വാസിയാണ്, സാറ് ഒരു ഏത്തിയിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ് പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. എൻ്റെ പല ശരിയോടും സാറിനും യോജിക്കാൻ പറ്റില്ല. എനിക്ക് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവിടെ അങ്ങനെ ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന്. അത് ഒരു പക്ഷേ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുഞ്ഞിലെ മുതലേ നമ്മൾ കേൾക്കുന്നതോ അല്ലെ നമ്മൾ അറിഞ്ഞതോ നമ്മളിലേക്ക് പലരും ഇൻജക്ട് ചെയ്തതോ നമ്മളിൽ അങ്ങനെ ഒരു തോന്നൽ വരുത്തുന്നതായിരിക്കാം. പക്ഷേ അത് ആ ലൈഫിൽ പലപ്പോഴായിട്ട് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പവറിനെ കുറിച്ച്, ആ ഒരു ശക്തിയെ കുറിച്ച് എന്തോ ഒരു ആക്ച്വലി the case is very simple. So this is quite like ഞാൻ കുറേ ഉദാഹരണങ്ങളൊക്കെയാണ് പലരും ഇത്തരം അവസ്ഥകൾ പറയാറുള്ളത്. നമ്മൾ ചില ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആളുകൾ, ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വളരെ ഡേർട്ടി ആയിരിക്കും. എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ വളരെ മനോഹരമാണെന്നല്ല എൻ്റെ മനസ്സിലായി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലൊക്കെ പലപ്പോഴും അവർ ഈ ടോയ്ലറ്റ് ഒക്കെ ഒന്നിലധികം പേര് ഉപയോഗിക്കും. അപ്പൊ അത് അവർ ക്ലീൻ ചെയ്യാനൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ ഈ ബോയ്സ് ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്ന ചില ആൾക്കാർ അവരതിനകത്ത് കയറാനായിട്ട് ഈ സിഗരറ്റും ബീഡി അതിന്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു 2 വർഷം ഹോസ്റ്റലിൽ പഠിച്ചിട്ട് വീട്ടിൽ വരുന്നവൻ, അവൻ പോകുന്ന സമയത്ത് ഈ ഇതൊന്നും ഇല്ലായിരുന്നു, ബീഡിയോ സിഗരറ്റൊന്നും ഇല്ലായിരുന്നു. അവൻ വീട്ടിൽ വന്നിട്ട് നല്ല എന്താ പറയുക, ഗ്രാനൈറ്റും ടൈൽസും ഒക്കെ ഇട്ട് അടിപൊളി പെർഫ്യൂമും ഒക്കെ ഉള്ള വീട്ടിൽ കയറുമ്പോഴും ഈ സാധനം ഇല്ലെങ്കിൽ അവന് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അവൻ ചോദിക്കും, ഇതാണ് എൻ്റെ വിശ്വാസം, ഇതിൽ ഞാൻ ആശ്രയിക്കുന്നു, ഇതെന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ഇത് കളഞ്ഞിട്ടൊരു ജീവിതം എനിക്കില്ല, അമ്മ എന്നെ നിർബന്ധിക്കരുത്, അമ്മയ്ക്കത് മനസ്സിലാവില്ല എന്ന് പറയും. പിന്നെ ഈ സാധനം അവൻ്റെ കയ്യിൽ അവസാനം 2 വർഷം പഞ്ഞി വെക്കുന്നവരെ ഈ സാധനം അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ എടുത്തു വെച്ചൊരു സാധനമാണ് രമ്യ എടുത്തത്. രമ്യ അത് എടുത്തു, വേറെ പലതും എടുത്തത്. ഇപ്പോൾ ആഫ്രിക്കയിലെ ഒരു ആൾക്കാർ ഇതേ വീഡിയോ ആയിരിക്കും, പക്ഷെ അതിൻ്റെ വേറൊരു രീതിയിലുള്ള സാധനമായിരിക്കും എടുത്തത്. നോക്കൂ, ഈ ഒരു ശക്തി എന്ന് നിങ്ങൾ പറയുന്നവരും ആക്ച്വലി വേറൊരാൾ പറയുന്നത് എല്ലാം ആക്ച്വലി വ്യത്യാസമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ശരിയാണ്, എന്താണ്, എല്ലാം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ദൈവം പോലെ തന്നെയാണല്ലോ പ്രേതം. അതെ, ചില പ്രേതങ്ങളെ നമ്മൾ കുരിശ് കാണിച്ചു. ദൈവം പോലെ തന്നെയല്ല പ്രേതം. ദൈവം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പ്രേതം എന്ന് പറയുന്നത് ദൈവത്തിൽ നമ്മൾ കാണുന്നത് വേറൊരു പോസിറ്റീവ് എനർജി ആണല്ലോ. സർ ഇതിനെല്ലാം ഒന്നായിട്ട് പറയുന്നു. ഉദാഹരണമായിട്ട് ഞാൻ പ്രേതത്തെ ഒരു ചെറുതായിട്ട് താഴ്ത്തി കാണിച്ചതുപോലെ തോന്നുന്നു. പ്രേതങ്ങൾക്ക് യൂണിയൻ ഇല്ലാത്തത് കൊണ്ട് താങ്കൾക്ക് രക്ഷപ്പെടാം. പ്രേതം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ആത്മാവ്, ഓക്കെ. ഇതെല്ലാം ഒന്ന് തന്നെ സാധനം. ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാവ് അപ്പൊ ശരിയാണല്ലോ, ആത്മാവുണ്ട്. എല്ലാ പേപ്പറും വിശ്വാസത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. എല്ലാ പേപ്പറും കിട്ടാത്ത ഒരു ആത്മാവ് മൊത്തം എഴുതി, എന്താണ് പറയുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഭാഷയിൽ എന്താ പറയുന്നത്, സപ്ലി എഴുതി നടക്കുന്ന ഒരു ആത്മാവാണ് പ്രേതം. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അപ്പൊ ആ പ്രേതം വരുന്നു, പ്രേതത്തിന് നമ്മൾ ആഹാരം കൊടുക്കുന്നു, അത് കറക്റ്റ് അല്ലേ? ബലിയിടുന്നു, അത് വന്ന് കഴിക്കുന്നു, കാക്ക വരുന്നു, ഇതെല്ലാം കറക്റ്റ് അല്ലേ? ഇതങ്ങോട്ട് ഇത് തന്നെയല്ലേ ദൈവം?
നിങ്ങൾ ഗണപതിക്ക് പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ പഴം കൊടുക്കുന്നു. ഇത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ആക്ച്വലി? ദൈവം എന്ന് പറയുന്നത് അദൃശ്യ ശക്തിയാണ്. പ്രേതം എന്ന് പറയുന്നത് മനുഷ്യര് മരിച്ച് മണ്ണിലോട് അടിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആത്മാവാണ് ഈ പ്രേതമായിട്ട് നമ്മൾ, അവരുടെ ആ ആത്മാവാണ് നമ്മൾ ഇതുപോലെ കിട്ടുന്ന ശാന്തി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ ഇതായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഭക്ഷണം കൊടുക്കുന്നതും ചോറ് കൊടുക്കുന്നതും പൂജ ചെയ്യുന്നതും എല്ലാം അത് ആ മരിച്ചുപോയ ആത്മാവിനെയാണ് നമ്മൾ അവിടെ. അദൃശ്യ ശക്തിയാണ് ദൈവം, ആത്മാവ് അതും ഒരു അദൃശ്യ ശക്തി തന്നെയാണ്. അപ്പൊ അവിടെ കറക്റ്റ് ആയി. ഓക്കെ സാർ, അങ്ങനെ അതിനെ മാച്ച് ചെയ്യണം. തുടക്കി നമുക്ക് അവിടെ പോകും. അവിടെ തൊട്ട് തുടങ്ങാം. ഇത് രണ്ടും ആക്ച്വലി ഈ നമ്മളുടെ ബ്രെയിനിന്റെ ഓരോരോ ഈ ചൈൽഡ്ഹുഡ് ന്യൂറോസിസ് എന്നാണ് ഐൻസ്റ്റീൻ ഈ തന്റെ ഒരു കത്തിൽ ദൈവവിശ്വാസത്തെ കുറിച്ച് പറയാം. ദൈവവിശ്വാസത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതും സവിശേഷത ഉള്ളതാണെന്നാണ് രമ്യല്ല, ശരാശരി വിശ്വാസികളെല്ലാം അങ്ങനെയാണ് ശ്രമിക്കുക. ഇത് ഡിഫറെൻ്റ് ആണ്. മറ്റേത് ദൈവം പോസിറ്റീവാണ്, ദൈവം ഇതാണ്, പക്ഷെ പ്രേതം ശരിയല്ല എന്ന് പറയും. ഞാൻ പറയാൻ വന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ഇവിടെ എന്തെങ്കിലും രണ്ട് നട്ട് പോയി കഴിഞ്ഞാൽ ദൈവവും ഇല്ല, പ്രേതവും ഇല്ല, ഒന്നുമില്ല. ഇത് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. ഇതൊരു മെന്റൽ പ്രോഡക്റ്റ് ആണ് സാർ. ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് തന്നെ പറഞ്ഞു, ഈ സ്വർഗവും നരകവും ഒക്കെ മനസ്സിലാണ് എന്ന് പറയാറില്ലേ? മനസ്സിലേ ഉള്ളൂ, ഇതും മനസ്സിലേ ഉള്ളൂ, അതും മനസ്സിലേ ഉള്ളൂ, എല്ലാം മനസ്സിലാണ്. ഞാൻ പറഞ്ഞ ഇതൊരു വേ ഓഫ് ഒരു മാൽവെയർ ആണ് ആക്ച്വലി. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കാത്തതുകൊണ്ട് അതൊരിക്കലും ഒരു വിശ്വാസിയെ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയും എന്ന് ചിലപ്പോൾ അപൂർവമായിട്ട് കഴിയാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ ലിറ്റ്മസ് തന്നെ തൗസൻഡ്സ് ഓഫ് ആൾക്കാർ കേരളത്തിൽ രമ്യയുടെ നാട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ എന്താ അതിൻ്റെ ഒരു നേട്ടം എന്ന് ആദ്യം ഞാൻ പറയാം. ഒന്ന്, യു വിൽ ബി ഫ്രീ. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകളെ നമ്മളെ തന്നെ ആദരിക്കലല്ലേ. ഈ സാധനമൊക്കെ വേറെ ആരാണ്ട് നിങ്ങൾക്ക് പടച്ചു വെച്ചിരിക്കുകയാണ് വന്ന് തിന്നാനായിട്ട്. നിങ്ങൾ എന്താന്ന് കുഴി എണ്ണാതിരുന്ന് കഴിച്ചിരിക്കുകയാണ് ഇതെല്ലാം. നിങ്ങളുടെ നാട്ടിലും വീട്ടിലും നിങ്ങളുടെ മാതാപിതാക്കള് സംതിങ് ലൈക്ക് ഇതൊരു എന്താ പറയുന്ന ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എൻ്റെ അച്ഛൻ്റെ ദൈവം, എൻ്റെ അമ്മയുടെ ദൈവം, എൻ്റെ അച്ഛൻ്റെ ദൈവം എൻ്റെ അമ്മയുടെ ദൈവം, എൻ്റെ മുത്തശ്ശൻ്റെ ദൈവം, മുത്തശ്ശിയുടെ ദൈവം, എൻ്റെ അച്ഛൻ്റെ അന്ധവിശ്വാസങ്ങൾ, എൻ്റെ മുൻ തലമുറയുടെ അന്ധവിശ്വാസങ്ങൾ. ഇത് എന്താണ്? യു നെവർ ചെക്ക്, യു സിംപ്ലി അക്സെപ്റ്റ് ഇറ്റ്, യു നെവർ യൂസ് യുവർ സ്റ്റഫ്. അത് നമ്മളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. ബ്ലൈൻഡ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഈ പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളിലും കൃത്രിമ മുട്ടയിൽ വരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു പത്രലേഖകർക്ക്. ഇവര് തന്നെ നമ്മളിപ്പം മോഡേൺ മെഡിസിനിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കരുതലുകളാണ്. ഇതിങ്ങനെ ആവില്ലേ, അത് എന്താണ് പറയുന്നത്, ക്യാൻസർ ഉണ്ടാക്കില്ലേ, ഇതൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, സംശയം ഉണ്ടാകുന്നത്. ആക്ച്വലി നമ്മുടെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല. ഈ സയൻസിനെ ചോദ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ആളുകൾ? വിശ്വാസികൾ സയൻസിനെ ചോദ്യം ചെയ്യുന്നത് കണ്ടോ നമ്മൾ അന്തിച്ചു പോകും. നീ എന്താ ഇത് സ്വന്തം കാര്യത്തിൽ നിന്റെ കയ്യിലിരിക്കുന്ന ചക്ര വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഉപയോഗിക്കാത്തത്? ആക്ച്വലി ഈ സയൻസിനെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളാണ്. എന്നാൽ സ്വന്തം വിശ്വാസത്തിൽ ഇതേ നിരീക്ഷണ ബുദ്ധി ഇനി മാത്രമല്ല, ഈ അന്യമത അന്യവിശ്വാസങ്ങളെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ ഒരു മുസ്ലിമിനോട് പറയാണ്, ഗണപതി ഇങ്ങനെ തല ആനയുടെ കണക്ക്, പുള്ളി പാല് കുടിക്കും, തുമ്പിക്കൈ എന്തുവായി പറയുന്നത്, എന്നാലും നിങ്ങളെ മുറിപ്പെടുത്തണ്ടെന്ന് കരുതി. കാര്യം മുറിപ്പെടാനായിട്ട് ഇരിക്കുകയാണല്ലോ വിശ്വാസി എന്ന് പറയുമ്പോൾ. 1 2 3 വ്രണം, 1 2 3 മുറിവ്, ഇരവാദം, ഇതാണല്ലോ വിശ്വാസി. കാര്യം ഇതൊരു വൈകാരികതയാണ്. വൈകാരികമായിട്ടുണ്ടായി ഒന്ന് എപ്പോഴും ഇങ്ങനെ വ്രണപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം ചിന്താപരമായിട്ട് ഉള്ളതല്ല. അപ്പൊ അയാളുടെ പറയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതെന്താണ് ഇത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കുഴപ്പമില്ല ഗണപതി, പക്ഷെ അയാൾ ഡിസ്കാർഡ് ചെയ്യണം. നിങ്ങൾക്ക് യു ആർ എത്തിസ്റ്റിക് അബൌട്ട് ഓൾ അതർ റിലീജിയൻ, ഓൾ അതർ ഫെയ്ത്ത്സ്. യു ആർ അങ്ങനെ എല്ലാം അതിനകത്ത് വർക്ക് ചെയ്യില്ല. ഞാനൊരു ക്രിസ്ത്യാനിറ്റിനെയോ അല്ലെങ്കിൽ മുസ്ലിംസിനെയോ അവരുടെ ദൈവത്തിനോ ഒന്നിനും ഞാൻ എതിർക്കുന്നില്ല. അതൊക്കെ അവരുടെ വിശ്വാസമല്ലേ. രമ്യ, ദാറ്റ്സ് എ പോയിന്റ്. എതിർക്കുന്നില്ല എന്ന് പറയുന്നത് യു ഡോണ്ട് ലൈക്ക് ഒപ്പോസിഷൻ, യു ഡോണ്ട് ലൈക്ക് കോൺഫ്രണ്ടേഷൻ, യു ഡോണ്ട് വാണ്ട് ടു ടേക്ക് റിസ്ക്.
means you don't recognize or you don't approve of others' beliefs because it's the other thing. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളി രാവിലെ നമ്മൾ ആദ്യം കാണുകയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ചന്തമേറിയ പൂവിലും ശബളാഹമാം ശലഭത്തിലും എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പ്രഭാത ഗീതം മോർണിംഗിൽ പാടുന്ന അല്ലേ, ആ പാട്ടിന്റെ അർത്ഥം പൂവിലും ശലഭത്തിലും എല്ലാ ഓരോ അണുവിലും തുടിച്ചു നിൽക്കുന്ന ആത്മ ചൈതന്യമേ എന്നെ അനുഗ്രഹിക്കൂ എന്നുള്ളതാണല്ലോ അതിന്റെ സംശയമില്ലല്ലോ. പക്ഷെ ഇതൊരിക്കലും ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ പാടാൻ പറ്റില്ല. എന്താ പ്രശ്നം എന്നറിയോ? ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് ഷിർക്കാണ്. അന്യമത ആരാധന, ബിംബങ്ങൾ, മറ്റേത് മറിച്ചത് സാധനം. സെമറ്റിക് മതങ്ങളിൽ അവർക്ക് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ്. ഹിന്ദു മതത്തിന്റെ കോർ ഐഡിയോളജി ആയിട്ടുള്ള അദ്വൈതം അനുസരിച്ച് രണ്ടല്ല, ഒന്നാണ്. അദ്വൈതമാണ്, നോട്ട് ടു, വൺ ആണ്. അപ്പോൾ നിങ്ങളിൽ തന്നെയാണ് ദൈവം, തത്വമസി, നീ അതാകുന്നു എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ അത് വെച്ചാണ് ഇത് പാടുന്നത്. മറ്റവന് അർത്ഥം അറിയാത്തതുകൊണ്ട് അവൻ കൂടെ ഒന്ന് പാടുന്നു. ഇത് അർത്ഥം എന്നറിയുന്നു അന്ന് അടിയായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന ദൈവവും അവർ പറയുന്ന ദൈവവും ഒന്നല്ല. നിങ്ങൾ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ ചുമ്മാ പോകുന്നു, ആരെയോ പ്ലീസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസമില്ലാതെ അവിടെയും പോകുന്നു. യു തിങ്ക് ദാറ്റ് അല്ല, പണ്ട് ശ്രീശാന്ത് ബൗൾ ചെയ്യാൻ പോകുന്നു. ആദ്യം റണ്ണപ്പ് തുടങ്ങുമ്പോൾ അവൻ എന്തോ ഒരു പള്ളി ഇത് വരയ്ക്കും, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ദൈവം, എറിയാൻ നേരം വേറൊരു ദൈവം, പന്ത്, ഗാലറി, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ വാട്ട് യു മീൻ ബൈ ദിസ്? വിശ്വാസികളെ എന്താ പറയാ, എന്തൊക്കെ പറഞ്ഞാലും സാറിന് മാറ്റാൻ പറ്റില്ല, ഞങ്ങൾ അതിൽ സെറ്റായി പോയി എന്ന് പറയുന്ന പോലെ തന്നെയാണ് തിരിച്ചും. ഒരിക്കലല്ല. ഓപ്പൺ എൻഡഡ് പ്രോഗ്രാം. ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ദൈവത്തെ അംഗീകരിക്കുന്നത് ഞാനായിരിക്കും. എന്താണ് ഈ ദൈവമോ പ്രേതം തന്നെ ഫോർ എക്സാമ്പിൾ. അതാ ഞാൻ പറഞ്ഞത്, അത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് വിശ്വസിച്ചാൽ മാത്രം then you can feel it. അത് വിശ്വാസികളായ ഇപ്പൊ എനിക്ക് ധൈര്യത്തോടെ 10% പറയാൻ പറ്റും, ബീങ് എ ബിലീവർ നമുക്ക് വിശ്വസിച്ചാലേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വിശ്വസിക്കാത്തിടത്തോളം കാലം നമുക്ക് ആ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂല. അത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ദെൻ നമ്മൾ പറയും യെസ്, ദൈവമുണ്ട്. ദൈവം എന്ന് പറയണത് അത് കൃഷ്ണന്റെ രൂപത്തിലോ ശിവന്റെ രൂപത്തിലോ യേശുവിന്റെ രൂപത്തിലോ മാതാവിന്റെ രൂപത്തിലോ അള്ള രൂപത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു പവർ, അത് ഹിന്ദുവായിട്ട് ജനിച്ചവര് ആ രീതി ഫോളോ ചെയ്യുന്നു, ക്രിസ്ത്യൻസ് അങ്ങനെ ഫോളോ ചെയ്യുന്നു, ഓരോ മതക്കാരും അങ്ങനെ ഫോളോ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ പറയുന്ന സുപ്രീം പവർ, ആ ഒരു ശക്തി, നമ്മളെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുള്ളതിനെ അനുഭവിച്ചാൽ അത് വിശ്വസിക്കെ അത് അനുഭവിക്കാൻ പറ്റൂ. അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യെസ്, ഇറ്റ് ഈസ് ട്രൂ എന്നുള്ളത്. Again I say the same thing. അനുഭവം, you can believe anything into existence. വിശ്വസിച്ച് എന്തിനേയും നിലവിൽ കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കുന്നവരുണ്ട്. വിശ്വസിക്കുന്നിടത്തോളം കാലം you will feel that he is very close and dear and intimate and dash to me. Because you believe. അത് ഒരു ട്രൂത്ത് ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല നിങ്ങൾ. നടത്താൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയാലോ എന്ന്. അപ്പൊ എന്താ എൻ്റെ അർത്ഥം? സവിശേഷമായൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കും. അതിന് യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല. നമ്മൾ ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്നു. അതിനെ അലോസരപ്പെടുത്തുന്ന എന്ത് ചിന്തകളും നമ്മൾ എതിർക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയില്ല, വിശ്വാസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബട്ടർ ഹെഡാണ്. വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ ബട്ടർ ഊരും. അപ്പോൾ ഇപ്പൊ രമ്യ ഇപ്പം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇപ്പം നമ്മൾ തമ്മിൽ ഒരു പക്ഷേ ആദ്യമല്ല, നമ്മൾ തമ്മിൽ കാണുന്നത് വസ്തുതാപരമായി ആദ്യമായിട്ടാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്നു. യു തിങ്ക് എന്തൊക്കെയാണ് അയാൾ ഇതിൽ പറയുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് തോട്ട്സിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഐ തിങ്ക് ഞാൻ ഒന്ന് ഗസ് ചെയ്യാണ്, യു ഹാഡ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദാറ്റ് റിഗാർഡ്. In this matter? Because most of the things you raise is ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഓൾഡ് ഫാഷൻ സാധനമാണ്, അനുഭവമാണ്. ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളത് ഇന്നത് കൊണ്ടാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയണം, ഒരു കുപ്പി വെള്ളം കുടിച്ചു, ദാഹം മാറി, ദൈവത്തിന് നന്ദി.
വെള്ളത്തിലിറങ്ങി നന്നായിട്ട് നനഞ്ഞു. ദൈവത്തിന് നന്ദി, നീയാണ് നനച്ചത്. ഇതൊക്കെ പറയാറുണ്ടോ നമ്മള്? ഇതൊക്കെ പറയണം. കാരണം വെച്ചാൽ നിങ്ങൾ ബാക്കി പറയുന്ന എല്ലാം ഇതേപോലെയാണ്. നിങ്ങൾ ആഹാരം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ ദാഹം ശമിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം ദൈവമാണ് അത് സാധിച്ചത്. ഇപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ അനുഭവമാണ്, എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു എലമെൻറ്റ് മാറ്റുക, യുവർ പ്രിപ്പറേഷൻ. ബാക്കിയെല്ലാം നടത്തിയോ, തേങ്ങ അടിക്കുന്നു, മറ്റേത് ചെയ്യുന്നു, അതടിക്കുന്നു, കൊതുവിനെ അടിച്ചു കൊല്ലുന്നു, എല്ലാം ചെയ്തോളൂ. മുഴുവൻ സാധനം ചെയ്തു. ഞാൻ ഒറ്റ ഐറ്റം മാറ്റുന്നു, യു ഹാവ് നോ ടെസ്റ്റ് വിത്ത് യു, നോ എഡ്യൂക്കേഷൻ, നോ പ്രിപ്പറേഷൻ. അത് നടക്കില്ല. ഓക്കെ, ഇല്ല. അതുകൊണ്ടാണ് ഐ ഹാവ് നത്തിങ് ഓഫ് ദിസ്. എനിക്ക് ഇതില്ല, അതില്ല, മറ്റേതില്ല, മറിച്ചതില്ല, ഒന്നുമില്ല. ബട്ട് ഐ ഹാവ് ദാറ്റ്. മോസ്റ്റ് ലൈക്ലി ഐ വിൽ പാസ് ആൻഡ് യു വിൽ ബി. ഇങ്ങനെയാണല്ലോ നമ്മൾ ഇത് അനുഭവം നിങ്ങൾ പറയുമ്പോൾ ഈ അനുഭവം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇൻപുട്സ് നോക്കൂ. നിങ്ങൾ ഈ കാണിക്കുന്ന എക്സ്ട്രാ തിങ്, അതായത് ആനയെ വരച്ചു വെക്കാൻ പറയുമ്പോൾ ആനയെ വരച്ചു വെക്കുന്നു, 10ൽ 10 കിട്ടുന്നു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആനയെ വരച്ചിട്ട് അതിന് 10ൽ 10 കിട്ടാനായിട്ട് ഇപ്പുറത്തൊരു കൂനയും കൂടെ വരയ്ക്കുന്നു. നിങ്ങൾക്കും 10ൽ 10 കിട്ടുന്നു. നിങ്ങൾ പറയുന്നു, ഞാൻ ആ കൂന വരച്ചില്ലായിരുന്നെങ്കിൽ 9 ആയി പോയേനെ എന്ന് നിങ്ങൾ പറയുന്നു. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. പക്ഷെ എനിക്ക് 10ൽ 10 കിട്ടി. ഈ എക്സ്ട്രാ കൂനയാണ് വിശ്വാസം. നിങ്ങളിത് പൊക്കിക്കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ പണം, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ചിന്താപരമായിട്ട് ക്ലോസ്ഡ് ആയിട്ട് മാറുക. ഇപ്പൊ ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്നത് ബേസിക്കലി അതങ്ങനൊന്നും അല്ല, ഇത്രയും വലിയ ആളുകൾ, അവരിവര് മറ്റവര്, എൻ്റെ അനുഭവം, ഇതെല്ലാം ഫോൾസാണ്. ഒന്നല്ല ഫോൾസ്, all are equally false. You cannot believe, because most of the times we end up hating the person who is telling all these things. You are not, because you are a good individual, you don't do that. Otherwise people will say, you won't like it. But actually ഒരു നിരീശ്വരവാദി പോലും ഈ ലോകത്തുണ്ടാകില്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ. ഹി വിൽ ബി, ഒരാൾ പോലും ഉണ്ടാവില്ല. എനിക്കും താങ്കൾക്ക് ഒരേപോലെ ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ there is something wrong with that, not with me, with you. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളത് പ്രൂവ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ എക്സ്ട്രാ കൂന വരയ്ക്കുന്നു. ആ കൂന വരയ്ക്കാൻ ആരും പറഞ്ഞില്ല, നിങ്ങൾ കൂന വരയ്ക്കുന്നു. നിങ്ങൾ അത് വരച്ച് ഞാൻ ഫുൾ മാർക്ക് വാങ്ങുമ്പോൾ വിത്തൗട്ട് ദാറ്റ് നിങ്ങൾ അതില്ലാണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി. സി, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല, മനസ്സിലായി എനിക്ക്. റിസൾട്ട് ഒരു കുട്ടി ഉണ്ടാവുന്ന ആളുകളെ കുറിച്ച്, ഒരു കുട്ടി ഉണ്ടാവാനായിട്ട് പ്രാർത്ഥനകള്, മറ്റേത് മറിച്ചത്, തൊട്ടിൽ കെട്ടല്, അത് ഇത്, ഓരോരുത്തരും ഓരോ, ആഫ്രിക്കയിൽ വേറെ ആയിരിക്കും ചെയ്യുന്നത്, അന്നേരം കുട്ടി ഉണ്ടാവും. ഇവിടെ വേറെ ആയിരിക്കും ചെയ്യുന്നത്, ഇവിടെയും കുട്ടി ഉണ്ടാവും. എല്ലായിടത്തും കുട്ടി ഉണ്ടാവില്ലാണ്. അത് ഒരു എത്തിസ്റ്റ് അതങ്ങനെ നോക്കുന്നില്ല, പല രീതിയിൽ ചെയ്യുന്നു. ബട്ട് ഇവിടെ അതിന് വേണ്ടുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിനകത്ത് ഇൻപുട്സ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ആ ഇൻപുട്സ് ആണ് അതിന്റെ കാരണങ്ങൾ. യു ഗെറ്റ് മൈ പോയിന്റ്? ദാറ്റ് ഈസ് ദ പോയിന്റ്. അല്ല, ബാക്കി നമ്മൾ ഇതിന് പുറമേ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തൊട്ടിൽ കെട്ടാതിരിക്കാം, നിങ്ങൾക്ക് വഴിപാട് കൊടുക്കാതിരിക്കാം, നിങ്ങൾക്ക് രാമായണം വായിക്കാതിരിക്കാം. ഇതല്ല അത്. പക്ഷെ നിങ്ങൾ കരുതുന്നത് ഇതും കൂടെ ഉണ്ടെങ്കിലേ സപ്ലിമെന്ററി ഫുഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ സാധനങ്ങൾ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഇറ്റ്സ് എ പോപ്പുലർ നോൺസെൻസ്. സോ യു കണ്ടിന്യൂ ആൻഡ് യു ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ബിക്കോസ് ആളുകൾ, നിങ്ങൾ ആദ്യം പറയുന്നുണ്ട് കാർഡ്, വിക്ടിം കാർഡ്, അതുപോലെ തന്നെ ഇമോഷണൽ ഹർട്ടാവും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്റർവ്യൂ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞത് സാർ. അല്ല, ഇതിപ്പോ നമ്മുടെ ഒരു ഡിബേറ്റിലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസ് ചെയ്ത് അങ്ങനെ പോയത്. ഇതിപ്പോ ഇന്റർവ്യൂ പാറ്റേൺ ആയിട്ട് അല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. കാരണം നമ്മൾ ആക്ച്വലി ട്രൈങ് ടു നോ ഈച്ച് അതർ. അപ്പം ഒരിക്കലും ഒരു ശത്രുതയോ അല്ലെങ്കിൽ അനിഷ്ടം ഉണ്ടാവില്ല. അത് വെക്കേണ്ട കാര്യമില്ല. സാറിന്റെ ശരി പറയുന്നു, സാറിന്റെ തോന്നലുകൾ പറയുന്നു, ഞാൻ നമ്മുടെ സൈഡ് പറയുന്നു. നമ്മൾ രണ്ടുപേരും അത് സംസാരിക്കുകയാണല്ലോ ഇവിടെ. എനിക്ക് ഐ ഹാവ് an experience of what you are now. Because I was also a believer, I was also a religious person. I used to go to temple and ഭജന വിളിച്ചു നിന്ന് ബാലിയെ തിളച്ച ഞാൻ മക്കി കൂടെ ചൊല്ലുമായിരുന്നു. I used to pray before exams and all those kind of things. I have your experience, and in fact I have your knowledge. Then what happened was, you don't have my knowledge and my experience.
In this case, no, you are maybe more knowledgeable than me in some മനസ്സിലായി other എനിക്ക് areas. സാർ പറഞ്ഞു മനസ്സിലായി Because so we share a compartment. മനസ്സിലായി I was there, you are there. Yeah. Now the compartment I am in, ഇത് പോസ്റ്റ് സർജറി റൂമിലാണ് ഞാനുള്ളത്. ഞാനത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സർജറി കഴിഞ്ഞിട്ടില്ല. ഞാൻ ആക്ച്വലി വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഈസ് ബ്രെയിൻ സർജറി. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഇപ്പോൾ വരുന്നുണ്ട് ലിറ്റ്മസിന്റെ, ഒക്ടോബർ 19 ലിറ്റ്മസ്, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ തെരുവിൽ, പബ്ലിക് സ്പേസിൽ, അവിടെ മറൈൻ ഡ്രൈവിൽ ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ഉപയോഗിക്കാതെ, രക്തം കിനിയാതെ നിങ്ങളുടെ ബ്രെയിൻ സർജറിക്ക് വിധേയമാണ്. ചിന്താപരമായ മാറ്റം. നോ അഹിംസ, നോ കത്തി, നോ ബ്ലഡ്. എസൻസ് ഗ്ലോബൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സർജറിയാണ്. നോ സ്കേപ്പർ, നോ ബ്ലഡ്, യു ആർ ഗെറ്റിംഗ് ചേഞ്ച്ഡ്. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ മതം അല്ലെ വിശ്വാസം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കാര്യം നമ്മുടെ ആ ഒരു അന്ധത, മറ്റുള്ളവർ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നു, മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ അതല്ലാത്ത ഒരാൾ അപ്പോഴേ അവിടെ വരികയാണ് അല്ലേ? അത് ഈ നമ്മളെ ഒരു കുടിസവസ്ഥയിലേക്ക് മാറ്റും. അത് ഒരു പാർട്ടി ആയിരിക്കും, ഒരു പാർട്ടി വീര്യമായിരിക്കും. ഒരു പാർട്ടിക്കാരങ്ങളിൽ മറ്റേ പാർട്ടിക്കാരനെ സൈബർ ലോകത്തൊക്കെ എഴുതി വെക്കുന്നത്. എങ്ങനെയാണ് അത്രയും വിദ്വേഷം വരുന്നത്, ഇത്രയും വെറുപ്പ് വരുന്നത്, ഇത്രയും കാലുഷ്യം നമ്മളിൽ വരുന്നത്? നമ്മൾ രണ്ടാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ നമ്മൾ നാരോ ഡൗൺ ചെയ്യുന്നത്. ഇത് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പോൾ യു ആർ ആക്ച്വലി നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുക. നമ്മുടെ ഡിഷ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിങ്ങനെ കറക്റ്റ് കൊണ്ടുവെക്കുക. ആ പ്ലേസിങ് ആണ്. ദിസ് ഇസ് എ സർജറി. അപ്പോൾ ആ ബ്രെയിൻ സർജറി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളമെമ്പാടും. അതൊരു സ്ട്രീറ്റിൽ എത്തീസം പറയാൻ അത്ര എളുപ്പമല്ല. ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്, എസ്പെഷ്യലി നോട്ട് ഓൾ ബിലീവേഴ്സ് ആർ ലൈക്ക് യു. ഞങ്ങളെപ്പോലത്തെ ഇങ്ങനെ ഒരു വാസ്റ്റ് ആൾക്കാരെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത് നിങ്ങളും അത് ഇതാക്കി, അതിനുള്ളൊരു മീറ്റ് ആണല്ലോ വരാൻ പോണത് 19th. I invite you to Litmus 25. അതെ അതെ അതെ. ഞങ്ങളുടെ ബ്രെയിനിനെ വിത്തൗട്ട് എനി ഇതില് നിങ്ങളത് ബ്രെയിൻ വാഷ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ സാധാരണ നിങ്ങൾ എല്ലാ വിഷയം ഒരു ജ്യോതിഷിയെ കാണാനോ അല്ലൊക്കെ പോകുമ്പോഴും വാസ്തുക്കാരനെ സമാധാനത്തിനല്ലേ പോകുന്നത് അല്ലേ? ഒരു സ്വസ്ഥത, സമാധാനം. അന്നേരം ആദ്യം ജ്യോതിഷി പറയും ഭർത്താവിന്റെ കുടി തൊട്ട് മക്കളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പറയും, മാർക്ക് കുറവ്, ഇതെല്ലാം പറയുമ്പോൾ അയ്യോ ഇതെങ്ങനെ സാറിന് മനസ്സിലായി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ അത്ഭുതം കൂറിയിരിക്കും. കാരണം ആക്ച്വലി അയാൾ ചുമ്മാ ഇട്ട് പറയുകയാണ്. കുറെ എണ്ണം ഹിറ്റ് ചെയ്യുന്നു, കുറെ എണ്ണം മിസ് ചെയ്യുന്നൊക്കെ നിങ്ങൾ മറക്കും, ഹിറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ ഇതാണ് ഇതിന്റെ ഒരു മൊത്തം ഒരു സംഭവം. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി മോർ കോൺഫിഡൻറ്റ്. യുവർ ടൈം ഇറ്റ്സ് വെരി പ്രഷ്യസ്. ഓൾ വി ഹാവ് ഈസ് ടൈം. അതിങ്ങനെ എരിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഇത്രയും സമയം എരിച്ചു കളഞ്ഞു, ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. എത്രയുണ്ടോ നമുക്കറിയില്ല. ആ ടൈം നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. 2 എനർജി. ഇപ്പോൾ ഒരു തീർത്ഥയാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സോംബി മോഡിലായിരിക്കും വീട്ടിൽ വന്ന് കിടന്നത്. അതിനിടയിൽ സംഭവിക്കാനായിട്ടുള്ള എന്താണ് പറയുന്നത്, ജീപ്പ് വെഞ്ചരിക്കാനായിട്ട് പുറത്തെടുത്തു, പുഴയിൽ വീണു മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അല്ലെ ഗുരുവായൂരിൽ പോയി കാറപകടത്തിൽ മരിച്ചു. ഇത് ഗുരുവായൂർ പോയതുകൊണ്ടല്ല കാറപകടത്തിൽ മരിക്കുന്നത്. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? റാഷ് ഡ്രൈവിംഗ്, എതിരെ വന്നവൻ, റോഡ് കണ്ടീഷൻ. ഇതാണ് ബഹുവിധ കാരണം, ഒറ്റ കാരണമില്ല. അപ്പം ഇത് ഗുരുവായൂർ പോയതുകൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഇപ്പൊ ഗുരുവായൂരിൽ ഇങ്ങനെയൊക്കെ കൊല്ലിക്കാനുള്ള ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വരും. അങ്ങനെയല്ലേ വരും. ഇതാണ് നമ്മൾ ഫ്രീ, യു ആർ ഫ്രീ. ഒരിക്കലും നമ്മളൊരു അമ്പലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനം ചെയ്യുന്നത് അവിശ്വാസം കൊണ്ടാണെന്നല്ല പറയുന്നത്. അവിശ്വാസം കൊണ്ടല്ല സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അതർ റീസൺസ്. ടൈം, എനർജി, മണി. ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് എത്ര രൂപ വേണം? ഒരു മാസം അമ്പലത്തിൽ പിരിവ് കൊടുക്കണം, മറ്റേ അത് ചെയ്യണം, രാവിലെ ഇത് ചെയ്യണം, പൂവ്, മറ്റേ മാല, എന്തെല്ലാം സംഭവങ്ങൾ. നിങ്ങൾ അത് വെച്ച് സുഖമായിട്ട് നല്ല ഫലൂഡ വാങ്ങിക്കാം, പുസ്തകം വാങ്ങിക്കാം, സിനിമ കാണാം, ജീവിതം ആസ്വദിക്കാം. ഇത്ര കെട്ടുപാടില്ല. പാപം ചെയ്യുന്നു എന്നുള്ള ഒരു ബോധമില്ല. തെറ്റ് ചെയ്യുന്നു, ഇനി ശനിദശയാണ്, ഇതെങ്ങനെ മാറ്റും? നമുക്കൊരു എല്ലാ ദശയും ഒരേപോലെയാണ്. സോ വാട്ട് എ വണ്ടർഫുൾ വേൾഡ് ഇറ്റ് ഈസ്. എല്ലാം തെളിവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ ആഫ്രിക്കയിലെ ആളുകൾ ജീവിക്കുന്നു. നിങ്ങളുടെ ഒരു കിടുപിടി അവരിലില്ല. ദേ ആർ ഹാപ്പി. ഹൗ കാൻ ഇറ്റ് ബി? ഇനി മാത്രമല്ല, ഈ ദൈവങ്ങളെല്ലാം ആധുനികമാണ്. 10,000-2000 വർഷമായിട്ടുള്ളൂ, അല്ലെ മാക്സിമം അല്ലെ പോട്ടെ 50,000 വർഷം നിങ്ങൾ എടുത്തു. അതിന് മുമ്പേ മനുഷ്യർ അടിപൊളിയായിട്ടൂടെ ജീവിച്ചു. അവർ തേര് വലിച്ചിട്ടില്ല, അവർ തല കൊണ്ട് തറ ഇടിച്ചിട്ടില്ല, അവർ മതത്തിന്റെ പേരിൽ അന്യ കഴുത്തിൽ കത്തി വെച്ചിട്ടില്ല. ദേ വർ ഹാപ്പി.
they were leading. അവരിൽ നിന്നല്ലേ വന്ന ഇങ്ങോട്ട്. A life without God is possible and it is wonderful. And it's wonderful na. Yes, especially because I am happier, Yeah. more confident without all these things. Yeah, maybe yeah. ഈ കേരളം എന്ന് പറയുന്നത് അടിമത്ത നിയമം മൂലം നിരോധിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ചുറ്റും അടിമകളെയാണ് കാണുന്നത്. പാർട്ടി അടിമകൾ, മത അടിമകൾ, ജാതി അടിമകൾ, പലതരം. എസൻസ് പറയുന്നത് അടിമത്തത്തിൽ നിന്ന് പുറത്തു വരും. It's not easy. Most of the slavery that you are undergoing now is they are self-imposed. മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന സ്ലേവറി ആണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ മേൽ സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ അവരെ ഇവിടുന്ന് അടിച്ചു വിട്ടാൽ മതി. പക്ഷെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സ്ലേവറി എങ്ങനെ പരിഹരിക്കും? ഇതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നതെല്ലാം തെറ്റാണ്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. You are better without all these things. Definitely. You only need to have that himmat, confidence. Do you think that നമ്മളൊരു മെയ്ഡ് അപ്പ് തിങ് ഒന്നുമല്ല, നമ്മൾ ഒറിജിനലും ഉള്ളതാണ്. നമ്മുടെ കഴിവുകളും ശേഷികളും എല്ലാം അല്ലാതെ തന്നെ സംഭവിക്കുന്നത്. നമ്മൾ തൊട്ടിൽ കെട്ടിയല്ല കുട്ടികളെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ തൊട്ടിലൊക്കെ വരുന്നതിന്. പണ്ട് ഈ തൊട്ടിലൊന്നും ഇല്ല. മനുഷ്യർ ഇത് തന്നെ ചെയ്ത് അങ്ങനെയാണ് നമ്മളിവിടെ വരെ എത്തിയത്. നമുക്കിപ്പോൾ ഒരു തൊട്ടിൽ കെട്ടേണ്ടി വരുന്നു കുട്ടി ഉണ്ടാകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പലയിടത്തും കെട്ടുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. 2 ടാ വന്നുകൊണ്ട് ഞാൻ തൊട്ടിലും കുട്ടിയൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ. വെൽ, ഇനി വേറെ കാര്യം, ഇഫ് യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് എ തിങ്, യു ക്യാൻ നെവർ ഡു ഇറ്റ് ബൈ ഡൂയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ലൈക്ക് ഒരു പല്ലി അതിൻ്റെ വാലിൽ പിടിക്കാൻ തന്നെ മുറിച്ചിട്ടിട്ട് പോകും. പല്ലി നിസ്സാര ജീവിയാണല്ലോ. എന്നിട്ട് ആ വാല് വളർന്നോളും. മനുഷ്യൻ, നിങ്ങൾ ക്രിയേഷൻ്റെ ഒക്കെ മകുടം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ഇതേ കണക്ക് ഏതെങ്കിലും ഒരു അവയം കാല് മുറിഞ്ഞു എന്നിരിക്കട്ടെ, ഈ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ഓൾ റിലീജിയൻ രാവിലെ തൊട്ട് 6 മണി തൊട്ട് ഒരാഴ്ച നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ് ഈ കാല് വളരില്ല. പക്ഷെ ഈ പല്ലിക്ക് ഇതിൻ്റെ ആവശ്യമേ ഇല്ല. പല്ലി പ്രാർത്ഥിക്കുന്നില്ല, അറിയുന്നില്ല, വാല് വളരുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പല്ലിയിൽ ആ പ്രോഗ്രാം ഉണ്ട്, ജനറ്റിക്കലായിട്ട് ആ പ്രോഗ്രാം അവിടെ ഉണ്ട്. നമ്മുടെ കരളിലുണ്ട്. കരളിന്റെ ഒരു ഭാഗം മുറിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണ വളരും. പക്ഷെ നമ്മുടെ എല്ലാ സെൽസിനും അതില്ല. പ്ലൂറിപൊട്ടന്റ് ആയിട്ടുള്ള സെൽസിന് എല്ലാ കഴിവുകളും ഉണ്ട്. ഈ യൂണിപൊട്ടന്റ് ആയിട്ട് മാറുകയാണ് സെല്ലുകൾ. ആ ഒരു കാലിന് വളരാൻ പറ്റില്ല, പക്ഷെ കരളിന് വളരാൻ പറ്റും. പക്ഷെ പല്ലിയുടെ വാല് വളരും. ഈ ഓൾ ദ പ്രാർത്ഥന, ഓൾ ദ കർമ്മ, പൂജ, ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്താലും മനുഷ്യന്റെ കാല് വളരില്ല. ഇതാണ് വ്യത്യാസം. സഹജമായും സാധ്യമായും നടക്കുന്ന കാര്യങ്ങൾ നടക്കും. യു കനോട്ട് ഫ്ലൈ ബൈ ട്രെയിൻ. ഒരിക്കലും നടക്കില്ല. ഈ ലോകത്ത് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കൊട്ടിപ്പാടി പ്രാർത്ഥിച്ചാലും പറക്കാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാതെ ഒരു പ്ലെയിനകത്ത് കയറി പക്ക എത്തിസ്റ്റുകൾക്ക് ഹായ് എന്ന് പറഞ്ഞ് പറക്കാൻ കഴിയും. സഹജവും സാധ്യവുമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് നിങ്ങൾ ഈ പറയുന്നതോ ഇല്ലാത്ത കാരണങ്ങൾ തേടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സാർ ഇപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ട് ഏത്തിസത്തെ കുറിച്ച് ഇത്രയും സംസാരിച്ചു. സാറിന്റെ അച്ഛനോ അമ്മ, കുടുംബം, വീട്ടിൽ ബാക്കി ആരെയും നോക്കട്ടെ, അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടികൾ, ഇവരൊക്കെയും സാറിനെ പോലെ തന്നെ ചിന്തിക്കുന്നവരാണോ അതോ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? ഒന്ന് ഞാൻ പറയാം, ഇതൊരു ചോദ്യമാണ്. ഇവരെല്ലാവരും വിശ്വാസികളാണെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാകുന്നില്ല. ഇവരെല്ലാം അവിശ്വാസികളാണെങ്കിലും ഞാൻ പറയുന്നത് ശരിയാകുന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ ശരിയാകണം. ഓക്കെ. ഇനി എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാണ്. എനിക്ക് ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ല. ഞാനൊരു അനാഥനാണ്. അവർ മരിച്ചുപോയി, എത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫിഗറേറ്റീവ് ആയിട്ട് പറഞ്ഞു. എനിക്ക് ഭാര്യയും 3 കുട്ടികളാണുള്ളത്. അവരാരും വിശ്വാസികളല്ല. അല്ല. പിന്നെ എനിക്കുള്ളത് ജ്യേഷ്ഠനാണ്. പുള്ളി വിശ്വാസി ആയിരുന്നു, എക്സ് വിശ്വാസിയായി. പുള്ളി സാറിനെ പോലെ കാരണം ജനിക്കുമ്പോ എല്ലാരും അങ്ങനെ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ 2 എത്തിസ്റ്റുകൾ. എന്റെ മക്കള് ഒരിക്കലും എക്സ് ബിലീവേഴ്സ് പറയാൻ പറ്റില്ല. ബിക്കോസ് സാർ അതിൽ സ്ട്രോങ് ആയിട്ട് ഇല്ല. അയ്യോ, ഞാൻ സ്ട്രോങ് അങ്ങനെ വരുന്ന സാധനമല്ല ഇത്. നിങ്ങൾ ഇമ്പോസ് ചെയ്യുന്ന സാധനത്തിന് വിശ്വാസം എന്നാ പറയുന്നത്. ഒരിക്കലും അവിശ്വാസം ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ ഇവിടെ എത്ര മാനിപ്പുലേറ്റ് ചെയ്ത് മോൾഡ് ചെയ്ത് ഇപ്പം രമ്യയെ വിട്ടാലും രമ്യക്ക് ഒരു അവിശ്വാസിയാവാൻ കഴിയില്ല. അൺലെസ് യു തിങ്ക്
ഇതൊരു ഓർഗാനിക് സാധനമാണ്. Yeah. നിങ്ങൾക്ക് ആളുകളെ ഒരു വിശ്വാസിയാക്കാനായിട്ട് കണ്ടി പിടിച്ചിടുന്നതാണ്. തള്ളി അങ്ങോട്ട് ഇട്ടാൽ മതി. നമ്മുടെ മസിൽക്കത്തിന് തന്നെ അതിന്റെ ബയസ് ഉണ്ട്. ഞാൻ നല്ല നല്ല കഥകളും അനുഭവങ്ങളും കുറെ അച്ചട്ടും ഒക്കെ പറയാന്നുണ്ടെങ്കിൽ യു വിൽ ബി ഫ്ലാറ്റ്. പക്ഷെ ഇതിനകത്ത് പുറത്തു വരുന്നത് കിണറ്റിന്ന് കയറി വരുന്നതാണ്. ഓരോ പടിയിലും താഴോട്ട് വഴുകി പോകാം. യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ്. ഇറ്റ്സ് നോട്ട് ഈസി. യു ക്യാൻ നെവർ ഇമ്പോസ് എത്തിസം, ബട്ട് യു ക്യാൻ ഇമ്പോസ് ബിലീഫ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർ വളരെ തള്ളി അങ്ങോട്ട് ഇട്ടാൽ മതി. യു ആർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ടു യുവർ കൈൻഡ് ഓഫ് ബിലീഫ്. ദാറ്റ്സ് വൈ യു ആർ. അതെ, സപ്പോസ് വേറെ എന്താണ് നിങ്ങൾ തട്ടോ കേട്ട് ഇങ്ങനെ ഇത് അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അപ്പൊ ഇസ്രായേലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു ഇതൊക്കെ ഇട്ട് അതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് നമ്മൾ ജനിക്കുന്ന ആ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെയായി മാറുകയാണല്ലോ. നമ്മൾ എങ്ങനെ വളരുന്നു, അപ്ബ്രിംഗിങ് അതിലാണല്ലോ. അതിനകത്ത് തന്നെ ഒരു ഗുഡൻസ് ഇല്ലേ? നിങ്ങൾ എവിടെ ജനിക്കുന്നു, എവിടെ ഇരിക്കുന്നു, അതനുസരിച്ചാണ് നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ ഒരു പ്രശ്നം. ഇവരെല്ലാരും എവിടെ ജനിച്ചാലും ഏത് തട്ടവിട്ടാലും ഏത് രീതിയിൽ വേഷമിട്ടാലും ഇവരെല്ലാരും വിശ്വാസികൾ, എല്ലാരും വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്. എല്ലാവരും അന്ധവിശ്വാസികളാണ്. പക്ഷേ ദൈവം സാർ ഡിഫറെന്റ്. ദൈവം സർ ഞാൻ പറയട്ടെ, പാല്, ചില ആൾക്കാർക്ക് പാലായിട്ട് കുടിക്കാനാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് അതിൽ ചായപ്പൊടി ഇട്ടിട്ട് ചായ ആയിട്ട് കുടിക്കാനാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് അതിൽ കോഫി പൗഡർ ഇട്ട് പല പല ഫ്ലേവേഴ്സ് ആണ് ചിലർക്ക് ഇഷ്ടം. പക്ഷെ കാപ്പിയാണെങ്കിലും ചായ ആണെങ്കിലും പാലായിട്ടോ അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് ആയിട്ടോ എന്ത് ചെയ്താലും പാലാണ് അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. ദാറ്റ് ഈസ് ദൈവം. അത് ഓരോ വിശ്വാസികളും ഓരോ മതക്കാരും അവരുടേതായിട്ടുള്ള ആ ഫ്ലേവേഴ്സ് ഏത് ഇഷ്ടപ്പെടുന്നു അവരതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രം. ഫസ്റ്റ് ഓഫ് ഓൾ യുവർ അനോളജി ഈസ് ഒന്ന് പാലായിട്ട് കുടിക്കുന്നതും ഈ കാപ്പിയായിട്ട് കുടിക്കുന്നതും ചായ ആയിട്ട് കുടിക്കുന്നതും ദേ ആർ ഡിഫറെന്റ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് വൺ ആൻഡ് ദ സെയിം തിങ്. പോട്ടെ, അത് ഒരു അനോളജി ആയിട്ട് പറഞ്ഞാണ്. സി, നമ്മള് എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും തുണി കൊടുക്കുന്നുണ്ട്. ചിലർ ബിക്കിനി ആയിരിക്കും, ചിലർക്ക് സാരി ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറയാം എല്ലാവരും തുണി കൊടുക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ എല്ലാവരും അന്ധവിശ്വാസികളാണ്. എല്ലാവരും അന്ധവിശ്വാസികളായതുകൊണ്ട് അന്ധവിശ്വാസം ശരിയാണെന്നില്ലല്ലോ. Can you say that because everybody believes it's right? നമ്മൾ ഗീതയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഭഗവത്ഗീത അല്ലേ? പഠിച്ചിട്ടില്ല. ഓക്കെ, ഭഗവത്ഗീതയിൽ തന്നെ അതിനകത്ത് ഇല്ലാത്തൊരർത്ഥം ആളുകൾ പറയണ്ട. അതിനകത്ത് അങ്ങനെ സാധനമൊന്നും ഇല്ല. അതിനകത്തുള്ള പല സാധനങ്ങളും പുറത്ത് പറയുന്ന സാധനങ്ങളും അതിനകത്തൊന്നും ഇല്ല. അതിലൊരു കാര്യമാണ് ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അർജുന, നീ പഠിച്ച വിദ്യക്കും നിന്റെ ഗുരുക്കന്മാർക്കും നിന്നെ സർവ്വ സൗഭാഗ്യങ്ങൾക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത ഒരു യുദ്ധത്തിലാണ് നീ എന്ന് പറയുന്നത്. അത് നീ നിന്നോട് തന്നെ ചെയ്യേണ്ട യുദ്ധമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതൊരു വ്യാഖ്യാനമാണ്. അങ്ങനെ ഒരു വരി ഒന്നുമില്ല. അങ്ങനെ വ്യാഖ്യാനിച്ച് ഗീതാ ക്ലാസ്സുകളിലൊക്കെ ആളുകൾ പറയാറുണ്ട്. എക്സാക്ട്ലി അത് ഒരു മെന്റൽ ബാറ്റിലാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ഏറ്റവും വലിയ തടസ്സവും ഏറ്റവും വലിയ സഹായകവും എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇഫ് യു വാണ്ട് ടു ഡു എ തിങ്, യു ആർ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സപ്പോർട്ടർ. അത് ഒപ്പോസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. നമ്മൾ പറയുന്നത് പലപ്പോഴും ഭർത്താവിന് ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, മക്കൾക്ക് ഇഷ്ടമല്ല. നോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരാളുടെ അഭിപ്രായം ചോദിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ അഭിപ്രായം അയാളിൽ നിന്ന് പറഞ്ഞു കേൾക്കാനായിട്ടാണ്. നമ്മളുടെ അഭിപ്രായം അല്ല അയാൾ പറയുന്നെങ്കിൽ നമ്മള് ആക്ച്വലി വി ആർ കോൺസ്റ്റന്റ്ലി ഇതാണ്. ഈ മതത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ അത് അനുവദിക്കുന്നില്ല. ബിക്കോസ് ഒരു സെറ്റ് ഓഫ് തിങ്സ്, എ ബുക്ക് ഓർ എ പീപ്പിൾ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഹുക്കുമത്ത് ഇലാഹി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ദൈവമാണ് നിയമം ഉണ്ടാക്കുന്നത്. നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിവില്ല. നമുക്ക് വേണ്ട നിയമങ്ങളെല്ലാം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ എങ്ങനെ തുണി കൊടുക്കണം, ഇതെടുക്കണം. വി കനോട്ട് ലെജിസ്ലേറ്റ് ഫോർ അവർ സെൽസ്. നമുക്ക് പാർലമെന്റിന്റെ ആവശ്യമില്ല. കാര്യം എന്താണ്? ഷറിയ ഉണ്ട്, ആ പുസ്തകത്തിലുള്ള നിയമം, അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. എങ്ങനെ സ്വത്ത് ഭാഗിക്കണം, ആ പുസ്തകത്തിലുണ്ട്. എങ്ങനെ കടു പറക്കണം, പുസ്തകം എടുക്കണം. സോ ഇതെന്ത് ലൈഫാണ് ഇത്? നമ്മളുടെ കാര്യമല്ല. ഇനി ജനിക്കാൻ 10 തലമുറ കഴിഞ്ഞിട്ട് അവന് ഈ പുസ്തകം എടുത്ത് നോക്കണേ. അത് ഇത്രയും നൂറ്റാണ്ട് മുന്നേ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു, എന്നാ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണോ മനുഷ്യൻ പോകുന്നത്? ഇതൊരു വലിയൊരു കരിമ്പടം പോലെ നമ്മുടെ ചിന്തയുടെയും ജീവിതത്തിന്റെയും മേളിൽ ഇങ്ങനെ ഇത് കിടക്കാം. ആളുകൾ എന്ത് വലിയ ബ്യൂട്ടിയാണിത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട്. ഓൺലി ഫ്രീ ആവുക. എത്തിസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞ ബി ഫ്രീ ആൻഡ് ഓണർ യുവർ സെൽഫ്, ബോസ് യുവർ സെൽഫ്. വെൻ യു ആർ എ ബിലീവർ, യു ഡോണ്ട് ബോസ് യുവർ സെൽഫ്. അൺഡിക്ലെയർഡ് സ്ലേവറി ഇമ്പോസ്ഡ് ബൈ യുവർ സെൽഫ്. ഓൺ യുവർ സെൽഫ്. നമ്മൾ ദൈവത്തിനെ ഭയന്നിട്ടല്ലല്ലോ ഒന്നും ചെയ്യണത്. ഇനി ഇത് പറയാം സാർ, ദൈവം ഭയം ഇല്ലാതെ വിശ്വാസിയായിരിക്കാൻ പറ്റില്ല.
ഭയമല്ല അവിടെ. അതൊരു ഗോഡ് വിശ്വാസിക്ക് അവിടെ ദൈവത്തിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ പറയാം, ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ആ, ഫുൾ അങ്ങനെ അല്ല, ഹിന്ദു അല്ലേ, ഫുൾ വായിച്ചിട്ടില്ല. നിന്റെ കർത്താവായ യഹോവ എന്ന് പറയുന്നത് അസൂയയും കോപവും ദേഷ്യവും പ്രതികാര ബുദ്ധിയും ഉള്ളവനാണെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. നന്നായി പണിഷ് ചെയ്യും. എന്റെ ഭയത്തിൽ നീ ജീവിക്കണം എന്നുള്ള ദൈവഭയം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാന സാധനമാണ്. അത് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്, നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ. ബാക്കിയൊക്കെ എല്ലാം അതെ, നമ്മൾ തെറ്റിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ ചെറുപ്പം മുതൽ അങ്ങനെ ചെയ്യരുത്. ദൈവം ഒരാൾ കാണുന്നുണ്ട്, നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മുടെ. I will ask you a simple question. If there is a God and who will prevent you from doing all these bad things, what happens when an innocent girl is raped by a criminal? Does God allow it? Or does God do something to stop that? അതാണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉത്തരങ്ങളില്ല. ഞാൻ പറഞ്ഞതാ, if you are a human being, such a heinous, സർ പറഞ്ഞ പോലത്തെ പല ഇൻസിഡൻസ് നമുക്ക് many things, such a heinous crime is happening in front of you. You are a human being. You will at least try to say, no, don't do that, please. But the God will never do that. He will allow to do that. And നമ്മൾ പറയാം, ഒരു മുടി കൊഴിയുന്നത് പോലും അവൻ അറിഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ഇവനിൽ ഈ വികാരം അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം ഈ ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും അവനെ കൊണ്ടത് ഫിനിഷ് ചെയ്യിക്കുന്നതും എല്ലാം അവൻ്റെ ഇതല്ലേ? അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം മുഴുവൻ പോയി അവിടെ. ഇവിടെ നടക്കുന്ന എല്ലാ സംഗതികളും അവനാണ് ചെയ്യിക്കുന്നത്, നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതെന്ത് ഹൊറിബിൾ സാധനമാണത്. കൊച്ചുകുട്ടികൾക്ക് പ്രീനേറ്റൽ 2 വയസ്സുള്ളവർക്ക് ക്യാൻസർ കൊടുക്കുന്നു. അവൻ്റെ വരദാനമല്ലേ അത്? നിങ്ങൾക്കിപ്പോൾ ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടുന്നു, അവൻ തന്നതാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിലോ അവനറിയാതെ സംഭവിക്കുമോ? എന്താണെന്നറിയാം, ഇതെന്താ ഇതിനകത്ത് ഒരു സംഗതി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ ദൈവം എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും വലിയ എന്താ പറയാ സൈക്കോ ആക്കി മാറ്റുകയാണ്. കാരണം എല്ലാത്തിനും റെസ്പോൺസിബിൾ അയാളാണ്. എല്ലാത്തിനും റെസ്പോൺസിബിൾ അയാളാണെന്നുണ്ടെങ്കിൽ ഹീ ക്യാൻ ബി വളരെ വളരെ മോശം ക്യാരക്ടറാണ്. ഏതാണ്ട് ഒരു സാഹിത്യകാരൻ ഒരിക്കൽ പറഞ്ഞു, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടാകാതിരിക്കുന്നതാണ് അവന് നല്ലത്. സർ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല, യാത്ര ചെയ്തിട്ടുണ്ട്. ഈവൻ എറണാകുളത്ത് നിന്ന് എന്നെ I constantly oppose. I don't like to travel that much. അതിനെ oppose ചെയ്യാണോ? അതെന്തുകൊണ്ടാ യാത്രയെ oppose ചെയ്യുന്നത്? I am most comfortable when I am alone in my house, my room, with a lamp. I think being a writer, ലോകം കാണുക, മനുഷ്യരെ കാണുക, നമ്മൾ കണ്ട് ആ യാത്രയിലൂടെ കിട്ടുന്ന പല പല അനുഭവങ്ങൾ, അതെല്ലാം ഒരുപാട് പേര് ബുക്കിലേക്ക് എഴുതാറുണ്ട് അല്ലേ? സാറും ഇങ്ങനത്തെ ഒരു റൈറ്റർ എന്നുള്ള രീതിയിലും ഇത്തരത്തിലുള്ള യാത്രകൾ സാറിനെ ഹെൽപ്പ് ചെയ്യല്ലേ ഉള്ളൂ? യെസ്, പ്രോബബ്ലി. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഈ അടുത്തറിയാണ്. ഞാൻ പാസ്പോർട്ട് എടുത്തത് 2017 പിന്നെ അങ്ങനെ ഇത് പ്രത്യേകിച്ച് എസൻസ് ഗ്ലോബലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. പ്രസംഗം എസൻസ് ഗ്ലോബല് അമേരിക്കയിലും ഓസ്ട്രേലിയ, UK അവിടെയൊക്കെ മലയാളികളൊക്കെ തന്നെ രമ്യ പോലെയൊക്കെയുള്ള ആളുകളൊക്കെയാണ്. നമ്മളെ ഇടയ്ക്ക് എസൻഷ്യകളും ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. ഈ സാറിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ ബീഫിനെ കുറിച്ചിട്ടുള്ള ബീഫും ബിലീഫും, അതാ നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ഒരു പക്ഷെ ആ സമയത്താണോ സാർ അതിനെക്കുറിച്ച്, കാരണം സാറിന്റെ പലതും നോക്കിക്കഴിഞ്ഞാൽ അറിയാം സാമൂഹിക പ്രശ്നങ്ങളെയൊക്കെ തന്നെയാണ് പ്രതിപാദിക്കുന്ന രീതിയിലാണ് സാർ ഓരോന്നിനും എഴുതാറുള്ളത്. അന്ന് എഴുതിയതായിരിക്കും അല്ലേ? ആദ്യം ഈ ചോദ്യം ചോദിച്ചത് ഇത് വളരെ കറക്റ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഐ ഡോണ്ട് നോ, എങ്ങനെ എന്തോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ദിവ്യത്വം എനിക്ക് ആരോഗ്യം എന്തുകൊണ്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചു. ബീഫും ബിലീഫും 18 ദിവസം കൊണ്ട് എഴുതിയ പുസ്തകമാണ്. ആ വിവാദം കത്തി നിൽക്കുമ്പോൾ ആ പുസ്തകം പിന്നെ മുഴുവൻ മെറ്റീരിയലിൽ നിന്ന് DC ബുക്സിൽ നിന്ന് രവി DC ഇത് തന്ന, അങ്ങനെ 18 ദിവസം കൊണ്ട് ആ പുസ്തകം എഴുതി തീർന്നു. ആ സമയം, സന്ദർഭം, വിവാദം. യു ആർ വെരി റൈറ്റ്, ഡെഡ് ഓൺ. ഐ ഡോണ്ട് നോ, യു ആർ റിപ്പീറ്റിംഗ് ദിസ് ക്വസ്റ്റ്യൻ, ബട്ട് ദാറ്റ്സ് എ കറക്റ്റ് ക്വസ്റ്റ്യൻ. Anyway, thank you for your time, sir. Thank you so much.